ആയാലും അനാസ്ഥയുടെ പ്രത്യാഘാതം കൂടിയായി മാറുകയാണ് കൊച്ചിയിലെ ഈ ദുരിതപൂർണമായ വെള്ളക്കെട്ട് എന്നുള്ളതാണ്. ഇന്നും എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകുമ്പോൾ എന്താകും സാഹചര്യം എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം കൂടിയാകുന്നു. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. വി അരുൺ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വളരെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം, വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏതൊരു നിമിഷവും ഒരു മിന്നൽ പ്രളയം, ഒരു മണ്ണിടിച്ചിൽ ഒക്കെ അത്തരത്തിൽ ഉള്ള ദുരന്തങ്ങളെ കൂടി അഭിമുഖീകരിക്കാൻ നമ്മൾ സജ്ജരാകേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത്. അതീവ ജാഗ്രത വേണം. തലസ്ഥാന നഗരത്തിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഏറെ ദുരിതപൂർണമാണ്. ഈ വേനൽ മഴ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ജനജീവിതം അത്രത്തോളം ദുസ്സഹമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവിടെ കാര്യങ്ങൾ കടന്നു പോകുന്നത്. എന്താണ് പുതുതായി നൽകാനുള്ള വിവരങ്ങൾ? ഭവ്യാവ് തന്നെയാണ്. എത്രത്തോളം ആശങ്കപ്പെടേണ്ടതാണ് സംസ്ഥാനത്തെ പ്രളയ സാഹചര്യം എന്നുള്ളത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ വ്യക്തമാണ്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരങ്ങളിലും താഴ്ന്നിടങ്ങളിലും വെള്ളക്കെട്ട് ഉൾപ്പെടാൻ സാധ്യതയുണ്ട്, മണ്ണിടിച്ചിൽ ഉൾപ്പെട്ട സാധ്യതയുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുമ്പോൾ അത്രയധികം ഗൌരവത്തോടെ സർക്കാർ അതിനെ കാണുന്നു. അത്രയും ആശങ്ക സർക്കാരിനുണ്ട് എന്ന് തന്നെ വ്യക്തമാണ്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. മന്ത്രിസഭാ യോഗവും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സാഹചര്യങ്ങൾ വിലയിരുത്തുമെന്ന് പ്രതീക്ഷിക്കാം. സർക്കാർ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ തുറന്നടക്കം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് റവന്യൂ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഏതായാലും അതീവ ഗൌരവതരമായ സാഹചര്യമാണ്, അത്യന്തം ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് സർക്കാരും കണക്കുകൂട്ടുന്നു. തലസ്ഥാനത്ത് ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു. പക്ഷേ ഇടവിട്ട് ശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ പെയ്യുന്നുണ്ട്. അല്പസമയം മുമ്പും വലിയ മുടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നാൽ ഇപ്പോൾ തലസ്ഥാനത്ത് മഴയില്ല. കാര്യമായ ഒരിടത്തും വെള്ളം കയറിയതായ റിപ്പോർട്ടുകളും ഇന്നലെ രാത്രി മുതലില്ല. മരങ്ങൾ ഒടിഞ്ഞു വീണുള്ള അപകടങ്ങളാണ് ഏറെയുമുള്ളത്. പലയിടത്തും ഇന്നലെ തിരുവനന്തപുരത്തെ ചെങ്കൽച്ചൂളയിലെ ഫയർഫോഴ്സ് ആസ്ഥാനത്ത് മാത്രം എട്ടോളം അത്തരത്തിലുള്ള കോളുകളാണ് ലഭിച്ചത്. മരം ഒടിഞ്ഞു വീണോ, ഗതാഗതം നഷ്ടപ്പെട്ടു, വീടിന് മുകളിലേക്ക് വീണോ അത്തരത്തിലുള്ള അപകടങ്ങൾ മാത്രമാണ് ഇതുവരെ ഉള്ളത്. വെള്ളം കയറിയുള്ള അപകടങ്ങൾ തലസ്ഥാനത്ത് വലിയ പ്രശ്നം ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ഏത് നിമിഷവും ഈ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏത് നിമിഷവും വെള്ളം എത്താവുന്ന സാഹചര്യമുണ്ട്. മഴയുടെ ശക്തി അനുസരിച്ച് അത് ഉണ്ടാകും. ചെറിയ മഴയിൽ പോലും തലസ്ഥാനം പെട്ടെന്ന് വെള്ളം നിറയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. പലയിടത്തും വെള്ളം നിറയുന്ന അവസ്ഥയാണ്. മാലിന്യങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളുണ്ട്. ഈ വെള്ളമൊഴുകിപ്പോയ സ്ഥലങ്ങളിൽ പോലും മാലിന്യ മലയായി മാറും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതും റിപ്പോർട്ട് ചെയ്തതുമാണ്. അത്തരത്തിൽ വലിയ ആശങ്കയുള്ള സാഹചര്യം തന്നെയാണ്. സർക്കാരും അത് മുൻകൂട്ടി കണ്ടുള്ള സുരക്ഷാ പ്രതിരോധ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന അവകാശവാദമാണ് സർക്കാർ കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. റവന്യൂ വകുപ്പ് നിരവധി ക്യാമ്പുകൾ ഇതിനകം തുടങ്ങുകയും വലിയ നാശനഷ്ടവും ഈ ചെറിയ വേനൽ മഴയുടെ കാലയളവിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. കാലവർഷം എത്താൻ പോകുന്നതേയുള്ളൂ. വലിയ ആശങ്കയോടുകൂടി സംസ്ഥാനം ഒരു മഴക്കാലത്തെ കൂടി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ആശങ്കയോടുകൂടി നോക്കിക്കാണുകയാണ്. അത് തന്നെയാണ്.